ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞങ്ങളിപ്പോൾ ഇത് കോന്നിയിലാണുള്ളത്. കോന്നി എലിഫൻറ്റ് ഷെൽട്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് അവിടുത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെയൊക്കെ കുറേ ആനകളൊക്കെ ഉള്ള ഇതാണ്. മീൻസ് കുറേ ആനകളുണ്ട്. അവിടെ 3 ദിവസം മുമ്പേ ഒരു ആന ചരിഞ്ഞിട്ടുണ്ട്. അത് ബാക്കിയുള്ള ആനകളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് എനർജറ്റിക് ആയിട്ടൊരു ആനയുണ്ട്, ഒരു കൊമ്പനാണ്. പിന്നെ കുറേ ഫോട്ടോസും വിഷും. പിന്നെ ഇത് അവിടുത്തെ ഒരു മ്യൂസിയത്തിലുള്ള ഇതാണ്. മ്യൂസിയം ഇങ്ങനെയാണുള്ളത്, ടോട്ടൽ മ്യൂസിയം. ഇത് സെറ്റല്ലേ ഗൈസ്? ആൻഡ് ലീവ് എ ലൈക്ക് ആൻഡ് ഗോ. പോകുമ്പോൾ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ ലീവ് എ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മ്യൂസിയത്തിലെ കോന്നി എലിഫൻറ്റ് ഷെൽട്ടറിലെ മ്യൂസിയത്തിലെ വിശേഷങ്ങൾ. കുറേ ഉണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നല്ല ഇതാണ്, നല്ലൊരിതാണ്. പക്ഷേ യാത്ര അതൊക്കെ ഇച്ചിരി നല്ലൊരു അനുഭവമായിട്ട് വരും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇതാണ്. ആ മ്യൂസിയത്തിൽ കുറേ വിശേഷങ്ങളുണ്ട് അവിടുത്തെയൊക്കെ. നിങ്ങളൊക്കെ ഇത് കാണുന്നത്. പിന്നെ ഗൈസ്, അവിടെ കുറേ ഈ ആനയെ കൊണ്ട് തടിയെടുപ്പിക്കുന്നതും ആനയെ പിടിപ്പിക്കുന്നതും, ഈ ആനയുടെ കൊണറക്കളറിനകത്തോട്ടിട്ടിട്ട് ആനയെ പിടിപ്പിക്കത്തില്ലേ, അതുകൊണ്ടൊക്കെ ഗൈസ് കുറേ ഇതുണ്ടായിരുന്നു, ഡമ്മി ആയിട്ടുണ്ട്. അതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത്. അവിടുത്തെ ആനകളെയൊക്കെ വെക്കുന്നതാണ് ആ ഒരു സ്ഥലം. ഇവിടെ കുറേ വിഷ്വൽസൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഫ്രെയിം ചെയ്തിരുന്നത്. നല്ല ഫോട്ടോസൊക്കെ ഉണ്ട് ഗൈസ്. സെറ്റല്ലേ ഇത് ഗൈസ്? ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് അവിടുത്തെ ഓരോരോ ആനകളെ, ചില ആനകളെയൊക്കെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾക്ക് 6 പേരെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്, 6 ആനകളെയും. നല്ല രസമുള്ളതായിരുന്നു ഗൈസ്. നല്ല വൃത്തിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു ഇത്. നിങ്ങൾ മാക്സിമം അവിടെ പോവുക. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.